Hi students, welcome to the third part of determinants. In this video, we will discuss some problems on determinants using properties. Properties ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പായിട്ട് നമ്മുടെ പഠിച്ച 9ഓളം പ്രോപ്പർട്ടീസ് ഒന്ന് നന്നായിട്ട് നോക്കുക. കണ്ടിട്ടില്ലെങ്കിൽ അത് പഴയ വീഡിയോ ഒന്ന് കാണുക. ദെൻ നന്നായിട്ട് പഠിക്കുക. 9 പ്രോപ്പർട്ടിയും നന്നായിട്ട് പഠിക്കുക. പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി is a reflection property. The value of the determinant remains unaltered by interchanging its rows and columns. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും അതിൻ്റെ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റും സെയിം ആയിരിക്കും എന്നാണ് പ്രോപ്പർട്ടി പറയുന്നത്. Okay, and property 2, it's a switching property. Property, if two rows or columns of a determinant are interchanged, then the sign of the determinant changed. അതായത് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഡിറ്റർമിനന്റിൽ രണ്ട് റോ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പുതിയ ഡിറ്റർമിനന്റ് വാല്യൂ നെഗറ്റീവ് ഓഫ് ദി പ്രീവിയസ് ഡിറ്റർമിനന്റ്, ദാറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് ഒറിജിനൽ ഡിറ്റർമിനന്റ് ആയിരിക്കും. ഇതെവിടെ കാണാൻ പറ്റും? ഡെൽറ്റ ഡാഷ് ബിക്കം മൈനസ് ഡെൽറ്റ എന്നുള്ളത്. അതുപോലെ ഇഫ് യു ഇന്റർചേഞ്ച് ടു കോളംസ് ദെൻ ദ സൈൻ ചേഞ്ച്ഡ്. ഓക്കെ, ദെൻ താഴെ പറഞ്ഞിരിക്കുന്നത് 1, 2, 3 പ്രാവശ്യം ഇന്റർചേഞ്ച് ചെയ്താൽ എന്താ നടക്കുന്നുള്ളതാണ്. ഓക്കെ, ഈവൺ നമ്പർ ഓഫ് ടൈംസ് ഇന്റർചേഞ്ച് ചെയ്താൽ നോ ചേഞ്ച് ഇൻ ദാറ്റ് ഡിറ്റർമിനന്റ്. ഓഡ് നമ്പർ ഓഫ് ടൈംസ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് ദാറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രോപ്പർട്ടി 2. ആൻഡ് പ്രോപ്പർട്ടി 3 is a repetition property. If two rows or columns of a determinant are identical, then its value 0. അതായത് ഒരു ഡിറ്റർമിനന്റിന്റെ രണ്ട് റോ അല്ലെങ്കിൽ രണ്ട് കോളം ഐഡന്റിക്കൽ ആണെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ദെൻ പ്രോപ്പർട്ടി 4 is a scalar multiple property. അതായത് if each element of a row or column of a determinant is multiplied by a scalar k, then its value gets multiplied by k. ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ. സപ്പോസ് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഡിറ്റർമിനന്റ്, അതിലെ ഒരു റോയിനെയോ ഒരു കോളത്തിനെയോ ഒരു സ്കേലാർ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദാറ്റ് റിസൾട്ടിംഗ് ഡിറ്റർമിനന്റ് എന്തെന്ന് വെച്ചാൽ കെ ഇൻറ്റു ഡെൽറ്റ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി. Property 5, proportionality property. If two rows or columns of a determinant are proportional, രണ്ട് റോ അല്ലെങ്കിൽ രണ്ട് കോളം പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയിരിക്കും. ആൻഡ് പ്രോപ്പർട്ടി 6, സം പ്രോപ്പർട്ടി. If each element of a row or columns of a determinant is expressed as the sum of two or more terms, then the determinant can be expressed as the sum of two or more determinants. എന്ന് വെച്ചാൽ ഒരു ഡിറ്റർമിനന്റിന്റെ ഒരു റോ അല്ലെങ്കിൽ കോളം എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് സം ഓഫ് ടു ഓർ മോർ എലമെന്റ്സ് ആണെങ്കിൽ നമുക്ക് ആ ഡിറ്റർമിനന്റിനെ അത്രയും ടൈംസ് ആ റോ അല്ലെങ്കിൽ ആ കോളം ബേസ് ചെയ്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാം. സം ഓഫ് ഡിറ്റർമിനൻസ് ആക്കി എഴുതാൻ പറ്റും. സപ്പോസ് ഫസ്റ്റ് റോ ഇസ് എ സം ഓഫ് ടു എലമെന്റ്സ് ആണെങ്കിൽ ആ റോനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഡിറ്റർമിനെ രണ്ട് ഡിറ്റർമിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും ബൈ സ്പ്ലിറ്റിംഗ് ദ ഫസ്റ്റ് റോ ആൻഡ് അതർ റോസ് റിമെയിൻസ് സെയിം. പ്രോപ്പർട്ടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ആൻഡ് പ്രോപ്പർട്ടി 7 is an invariance property. Is a very very important property. If any row or column of a determinant, a multiple of another row or column is added, then the value of the determinant remains same. എന്ന് വെച്ചാൽ ഒരു റോ എടുക്കുന്നു, വേറെ ഏതെങ്കിലും റോൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ആ റോ ആഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അങ്ങനെ ആ റോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് സെയിം ആണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് റോൻ്റെ കൂടെ തേർഡ് റോൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് റോ ചേഞ്ച് ചെയ്തിരിക്കുന്നു, കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂ സെയിം ആയിരിക്കും. നേരത്തെ ഉള്ളതും ഇതും സെയിം ആയിരിക്കും. കോളം 2ൻ്റെ കൂടെ കോളം 3യുടെ മൾട്ടിപ്പിൾ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ കോളം 2 ചേഞ്ച് ആയി, ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് സെയിം.
Okay, that is invariance property. Then property 8, if A equal to Aij is a diagonal matrix of order n, then determinant of A എന്ന് പറയുന്നത് it's a product of diagonal elements ആയിരിക്കും. Diagonal elementsന്റെ determinant എന്ന് പറയുന്നത് product of diagonal elements ആയിരിക്കും എന്നാണ് property. And the last property, property 9, if A and B are the square matrices of the same order, then determinant of AB equal to determinant of A into determinant of B. ഇതാണ് property പറയുന്നത്. Okay, and let's go to the problems. First problem, without expanding, show that determinant 2, 3, 7, 13, 17, 5, 15, 20, 12 equal to 0. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഡയറക്റ്റ് നമുക്ക് ചെയ്യാം, പക്ഷേ അത് നമ്മൾ പ്രോപ്പർട്ടി വെച്ച് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് വിത്തൗട്ട് എക്സ്പാൻഡിങ് ദാറ്റ്, ഇത് 0 ഒന്ന് പ്രൂവ് ചെയ്യണം. എന്തെങ്കിലും പ്രത്യേകത, ഏതെങ്കിലും റോ തമ്മിലുള്ള എന്തെങ്കിലും പ്രത്യേകത, കോളം തമ്മിലുള്ള എന്തെങ്കിലും പ്രത്യേകത അവിടെ കാണുന്നുണ്ടോ? ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഫസ്റ്റ് റോവും സെക്കൻഡ് റോവും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് റോ കിട്ടും. കറക്റ്റ് അല്ലേ? യെസ്. നൗ ദ പ്രോപ്പർട്ടി, നമുക്ക് ഏതെങ്കിലും ഒരു റോ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. സേ റോ 1, റോ 1 പ്ലസ് റോ 2, റോ 1ഉം റോ 2ഉം ആഡ് ചെയ്തിട്ട് റോ 1 ആയിട്ട് ചേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. പ്രോപ്പർട്ടി 7 ആണ്, ഓർമ്മ വേണം. എന്താ സംഭവിക്കുക? ഫസ്റ്റ് റോ ബിക്കം 2 + 13, 3 + 17 ആൻഡ് 7 + 5. ബാക്കി അതുപോലെ, ബാക്കി ചേഞ്ച് ഒന്നുമില്ല. നൗ വാട്ട് ഈസ് 2 + 13 is 15, 20 ആൻഡ് 12 ലൈക്ക് ദിസ്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് റോവും തേർഡ് റോവും ഐഡൻറ്റിക്കലാണ്. കറക്റ്റ് അല്ലേ? ബൈ പ്രോപ്പർട്ടി 3, any two row or any two column are identical, then the determinant value of this is 0 like that. ഓക്കെ, ഇതാണ് പറയുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ ഇതൊന്ന് ചെയ്യാം, വേറെ ഓപ്പറേഷൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. R1 ചേഞ്ചസ് ടു R1 + R2 - R3. ഇവിടെ നിങ്ങൾ ഈ ഇത്തരം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ R1 ചേഞ്ചസ് ടു എന്ന് പറഞ്ഞു, അത് R1ൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ R1 നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് എന്ന് തന്നെ ചെയ്യണം. അല്ലാണ്ട് R1 ചേഞ്ചസ് ടു ഒരിക്കലും ചെയ്യാൻ പാടില്ല. R3 + R2 അതൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, R1 ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റോൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യണം, ഇല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം, ലൈക്ക് ദാറ്റ്. ഇപ്പോൾ R1 + R2 - R3 എന്ന് പറഞ്ഞു, നോക്കാം എങ്ങനെ വരുമെന്ന്. കറക്റ്റ് അല്ലേ? 2 + 13 - 15, 3 + 17 - 20, 7 + 5 - 12 ലൈക്ക് ദാറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ മുഴുവൻ 0 ആയി. പറഞ്ഞിട്ട് നമ്മൾ ഒരു ഡിറ്റർമിനൻ്റ് ഏതെങ്കിലും റോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളം ഫുള്ളായിട്ട് 0 ആണെങ്കിൽ ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് ഈസ് ഓൾവേസ് 0 ലൈക്ക് ദാറ്റ്. Second problem, without expanding, show that the determinant 1a b plus c, 1b c plus a and 1c a plus b equal to 0. എന്താണ് ഇത്? എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ നിങ്ങൾ? അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാം. അതിന് ശേഷം നോക്കുക എന്ത് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ ഒരു പ്രത്യേകത, സെക്കൻഡ് റോ a, തേർഡ് റോ b plus c, then b c plus a, c a plus b. അവിടെ ടേമിന് തന്നെ ഒരു നമുക്കൊരു റിതം കാണാൻ പറ്റും. സി ഇതാണ്. ഇവിടെ നമ്മൾ കോളം 2ഉം കോളം 3 ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് കോളം 2ഓ കോളം 3ഓ ആയിട്ട് ചേഞ്ച് ചെയ്യാം നമുക്ക്. സി കോളം 3 ചേഞ്ചസ് ടു കോളം 3 + കോളം 2. കണ്ടില്ലേ? ഈ കോളാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഈ കോളത്തിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യും. ഓക്കെ, ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്താൽ കോളം 3 എന്തായിട്ട് മാറും? ഇറ്റ് ബിക്കം 1 1 1 ABC, this is a plus b plus c, a plus b plus c, like that. Okay, now a plus b plus c കാണുന്നില്ലേ? ഇവിടെ കോമൺ ആണ്. ഇവിടെ ഈ കോളത്തിന് മുഴുവൻ a plus b plus c കോമൺ ആണ്. യു ടേക്ക് ഔട്ട് സൈഡ് അല്ലേ? a plus b plus c ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി 1 1 1 ABC, then 1 1 1 like this. It's very easy. In this determinant, column 1 and column 3 are identical. Correct അല്ലേ? Then its value 0. It's a simple problem. Okay. Question number 3. Show that determinant b minus c, c minus a, a minus b, c minus a minus b, b minus c, a minus b, b minus c, c minus a equal to 0. ഇവിടെ നമുക്ക് എന്ത് പ്രത്യേകതയാണ്
കോളത്തിലോ റോയിലോ ഉള്ള എലമെൻ്റ് എന്തെങ്കിലും പ്രത്യേകത കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നന്നായി ശ്രദ്ധിക്കുക. എല്ലാ ടേമും ഒരു സൈക്ലിക്കൽ ഡിഫറൻസ് ആണ് കാണുന്നത്. ബി മൈനസ് സി, സി മൈനസ് എ മൈനസ് ബി. ഇതിനെയാണ് റോയിലും ഇതിനാണ് കോളത്തിലും. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നോക്കാം. ഇപ്പോൾ കോളം 1 എല്ലാ എലമെൻറ്റും ആഡ് ചെയ്തേ, 0 ആണ് കിട്ടുക. റോയിൽ ചെയ്താലും 0 ആണ് കിട്ടുക. ദെൻ ഈ ഡിറ്റർമിനെ യു അപ്ലൈ ദിസ്. കോളം 1 ചേഞ്ചസ് ടു കോളം 1 പ്ലസ് കോളം 2 പ്ലസ് കോളം 3 എല്ലാം കൂടെ ആഡ് ചെയ്ത് കോളം 1 കൊണ്ടുപോകുന്നു. ഇതെന്താ ആഡ് ചെയ്താൽ കിട്ടുക? ബി മൈനസ് സി പ്ലസ് സി മൈനസ് എ പ്ലസ് എ മൈനസ് ബി. 0 ആണ്. അതുപോലെ ഇത് ആഡ് ചെയ്താലും 0 ആണ്, കാരണം സൈക്ലിക് ഡിഫറൻസ് ആണ് കാണുന്നത് അല്ലേ? ലൈക്ക് ദിസ്. സോ ഇനിയൊന്നുമില്ല, കംപ്ലീറ്റ് കോളം മുഴുവൻ 0 ആണ്. ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് ഈസ് 0 ലൈക്ക് ദിസ്. ദാറ്റ്സ് ഈസി. അടുത്ത പ്രോബ്ലം, fourth one. Without expanding, prove that determinant 1 bc a into b plus c, 1 ca b into c plus a, and 1 ab c into a plus b equal to 0. ഇവിടെയൊക്കെ നമുക്കൊരു പ്രത്യേകത കാണാൻ പറ്റും. ഈ കോളം 2 കോളം 3 ഒരു പ്രത്യേകത കാണാൻ പറ്റും അല്ലേ? ഇവിടെ എ ഇൻറ്റു ബി പ്ലസ് സി മീൻസ് എ ബി എ സി. പിന്നെ അവിടെ ഇല്ലാത്തൊരു കോമ്പിനേഷൻ ബി സി ആണ്, അത് ഇപ്പുറത്തുണ്ട്. ഇതുപോലെ ഇവിടെ ബി സി ബി എ, അവിടെ ഇല്ലാത്തൊരു കോമ്പിനേഷൻ സി എ ആണ്. ദെൻ അതിവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും കോളം 3 നമുക്ക് കോളം 3 പ്ലസ് കോളം 2 ആയിട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, എന്ന് ശ്രദ്ധിച്ചേ, എ ബി എ സി ദെൻ ബി സി ഇവിടെ ഉണ്ട് അല്ലേ? ദെൻ കോളം 3 ചേഞ്ചസ് ടു കോളം 3 പ്ലസ് കോളം 2 ഇങ്ങനെ കിട്ടും. കറക്റ്റ് അല്ലേ? നൗ കോളം 3 കണ്ടില്ലേ, കോമൺ ആണ്. ഈ എലമെൻറ്റ് കോമൺ ആണ്. യു ക്യാൻ ടേക്ക് ഔട്ട് സൈഡ് അല്ലേ? ഇവിടുന്ന് കോമൺ ആക്കി എടുത്താൽ പിന്നെ ബാക്കി എന്താ വരിക? ഇവിടെ 1 1 1 1 എന്ന് കിട്ടും. റെഡി അല്ലേ? ഈസ് ക്ലിയർലി 0 ബിക്കോസ് 2 കോളംസ് ആർ ഐഡൻറ്റിക്കൽ. ഓക്കെ, ഫിഫ്ത്ത് പ്രോബ്ലം. ഷോ ദാറ്റ് ഡിറ്റർമിനൻറ്റ് എ ബി സി എ പ്ലസ് 2x ബി പ്ലസ് 2y സി പ്ലസ് 2z എക്സ് വൈ z ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായി ആലോചിച്ച് നോക്കുക. ഇവിടെ സെക്കൻഡ് റോ ഈസ് എ സം ഓഫ് 2 എലമെൻറ്റ്സ് ആണ്. സെക്കൻഡ് റോ ഈസ് എ സം ഓഫ് 2 എലമെൻറ്റ്സ് ആണ് കംപ്ലീറ്റ് കാണുന്നത്. നമ്മുടെ പ്രോപ്പർട്ടി പ്രകാരം വേണമെങ്കിൽ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് റോ അല്ലേ? ചെക്ക് ചെയ്യാം. ഇത് വെച്ചുകൊണ്ട് നമുക്ക് രണ്ടായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. പ്രോപ്പർട്ടി 6 ആണത്, ഓർമ്മ വേണം. ചെക്ക് ചെയ്യാം. രണ്ടായിട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ആദ്യം എ ബി സി, പിന്നെ എ ബി സി അല്ലേ? ദെൻ എക്സ് വൈ സെറ്റ് പ്ലസ് രണ്ടാമത്തേൽ എ ബി സി 2x 2y 2z അല്ലേ? തേർഡ് റോ അതുപോലെ അറ്റ് എ ടൈം എനി റോ ഓ ഒറ്റ കോളം, എക്സാക്ട്ലി 1 റോ ഓർ എക്സാക്ട്ലി 1 കോളം മാത്രം വെച്ചിട്ട് ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നൗ എന്ത് ചെയ്യാം? ഇവിടെ ഒരു പ്രത്യേകത, സെക്കൻഡ് മെട്രിക്സിലുള്ളൊരു പ്രത്യേകത, സെക്കൻഡ് റോയിൽ 2 കോമൺ ആണല്ലേ? വി ക്യാൻ ടേക്ക് ദാറ്റ് 2 ഔട്ട് സൈഡ്. കറക്റ്റ് അല്ലേ? ദെൻ എക്സ് വൈ സെഡ് എന്ന് വരും. ദെൻ ഫസ്റ്റ് ഡിറ്റർമിനൻ്റിലെ പ്രത്യേകത, ഫസ്റ്റ് റോവും സെക്കൻഡ് റോവും സെയിം അല്ലേ? ഐഡൻറ്റിക്കൽ അല്ലേ? നോ ഡൗട്ട് ഇറ്റ്സ് വാല്യൂ 0. സെക്കൻഡ് ഡിറ്റർമിനൻ്റിലെ പ്രത്യേകത, സെക്കൻഡ് റോവും തേർഡ് റോവും സെയിം അല്ലേ? ഐഡൻറ്റിക്കൽ അല്ലേ? then its value 0. രണ്ടും 0 ആണ് and totally 0. Sixth problem is, show that determinant b plus c q plus r y plus z, c plus a r plus p z plus x, a plus b p plus q x plus y, and is equal to 2 into the determinant a p x b q y z r z. ഇവിടെ നേരത്തെയുള്ള പ്രോബ്ലങ്ങളിലൊരു വ്യത്യാസം, ഇതിൻ്റെ ആൻസർ ഒരു ഡിറ്റർമിനൻ്റിലാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ റോയിലും കോളത്തിലും ഒക്കെ എലമെൻറ്റ്സ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്തേ, ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമ്മൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് റോ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ഫസ്റ്റ് റോ ബി സി ക്യൂ പ്ലസ് ആർ വൈ പ്ലസ് സെറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്.
അതുപോലെ സെക്കൻഡ് റോ. വാട്ട് അബൌട്ട് ഫസ്റ്റ് കോളം? ഫസ്റ്റ് കോളത്തിൽ എന്താണ് പ്രത്യേകത? അവിടെ എയും ബിയും സിയും മാത്രമേ ഉള്ളൂ. ആൻഡ് ദ സെക്കൻഡ് കോളത്തിൽ പിയും ക്യൂവും ആറും, അതും ഈച്ച് ഈസ് 2 ടൈംസ് അല്ലേ, ഈച്ച് ഹാവിങ് 2 ടൈംസ് ആണ്. വാട്ട് അബൌട്ട് തേർഡ് കോളം? ഓക്കെ, എക്സ് വൈ സെഡ്. അപ്പോൾ ബെറ്റർ അതാണ്, ശരിയല്ലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് റോ ചേഞ്ച് ചെയ്യാം. എങ്ങനെ? റോ 1 പ്ലസ് റോ 2 പ്ലസ് റോ 3, ഇത് മൂന്നും ആഡ് ചെയ്ത് ഫസ്റ്റ് റോയിൽ കൊണ്ടുപോകാം. ദാറ്റ്സ് ബെറ്റർ അല്ലേ? നോക്കാം നമുക്ക്. അങ്ങനെ ഫസ്റ്റ് റോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ഫസ്റ്റ് റോ പ്ലസ് സെക്കൻഡ് റോ പ്ലസ് തേർഡ് റോ, ഇതാണ് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, സെക്കൻഡ് റോയും തേർഡ് റോയും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഫസ്റ്റ് റോ എന്തായിട്ട് മാറുക നോക്കിയേ. ഓരോ റോയിൽ ആദ്യത്തെ എലമെൻ്റ് ആഡ് ചെയ്യുക. ബി പ്ലസ് സി, സി പ്ലസ് എ പ്ലസ് ബി, ദാറ്റ് ഈസ് 2 ടൈംസ് എ പ്ലസ് ബി പ്ലസ് സി. ദിസ് ഈസ് ഓൾസോ 2 ടൈംസ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ. ആൻഡ് ദിസ് ഈസ് ഓൾസോ 2 ടൈംസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്, ലൈക്ക് ദിസ്. കറക്റ്റ് നോ? നൗ ഇവിടെ ശ്രദ്ധിക്കാം, ഫസ്റ്റ് റോയിൽ 2 കോമൺ ആണ്. വി ക്യാൻ ടേക്ക് ദാറ്റ് 2 ഔട്ട് സൈഡ്. റെഡി? ദെൻ എ പ്ലസ് ബി പ്ലസ് സി, പി പ്ലസ് ക്യൂ പ്ലസ് ആർ ആൻഡ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇല്ലേ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ പറ്റൂ. ഓക്കെ, സാധാരണ ഡിറ്റർമിനൻ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിൽ എക്സ്പാൻഷൻ ചെയ്തിട്ട് കാര്യമില്ല, കാരണം വി ക്യാൻ എക്സ്പ്രസ് ദിസ് ഇൻ ടേംസ് ഓഫ് എ ഡിറ്റർമിനൻറ്റ്. ഓക്കെ, ദെൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം നമുക്ക്. ഇവിടെ യു ഒബ്സർവ് ദ സെക്കൻഡ് റോ. എന്താണ് പ്രത്യേകത ഉണ്ടോ? സി, ഇവിടെ സി പ്ലസ് എ ആണ്. ഫസ്റ്റ് റോയിലും സി പ്ലസ് എ ഉണ്ട്. ദെൻ ഒരു ബി പ്ലസ് ബി കൂടെ അവിടെയുണ്ട്. ഇവിടെ നിങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ ദാറ്റ് ക്യാൻ റെഡ്യൂസ്. അതുപോലെ തന്നെ ഇവിടെയും ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ എന്താ ബെറ്റർ ഓപ്പറേഷൻ? R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, R2 മൈനസ് R1 അല്ലേ? അപ്പോൾ R2 ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. R1 അതുപോലെ ഉണ്ടാവും. R2 ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? സി പ്ലസ് എ മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. അപ്പം സി പ്ലസ് എ ക്യാൻസൽ, മൈനസ് ബി ഉണ്ടാവും. സേ മൈനസ് ബി ഇവിടെ, ഇതങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ മൈനസ് ക്യൂ ദർ. സെഡ് പ്ലസ് എക്സ് മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് മൈനസ് വൈ. കറക്റ്റ് അല്ലേ? അപ്പോൾ മൈനസ് ബി മൈനസ് ക്യൂ മൈനസ് വൈ എന്ന് കിട്ടും. ഇതുപോലെ തേർഡ് റോനെയും ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതുപോലെ തേർഡ് റോ R3 ചേഞ്ചസ് ടു R3 മൈനസ് R1, ബെറ്റർ അല്ലേ? എ പ്ലസ് ബി മൈനസ് എ പ്ലസ് ബി പ്ലസ് സി മൈനസ് സി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷൻ ഉപയോഗിക്കാം. R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. ഇവിടെ നിങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ മൈനസ് സി. ഇവിടെ നിങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ പി പ്ലസ് ക്യൂ മൈനസ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഈസ് മൈനസ് ആർ അല്ലേ? ആൻഡ് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് മൈനസ് സെഡ് എന്ന് വരും. അപ്പോൾ മൈനസ് സി മൈനസ് ആർ മൈനസ് സെഡ്, ശരിയല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് വരിക. ദെൻ വാട്ട്സ് നെക്സ്റ്റ്? ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യണമല്ലോ. ഇപ്പോൾ അവിടെ കുറച്ചും കൂടെ എളുപ്പത്തിൽ സെക്കൻഡ് റോയും തേർഡ് റോ ഒന്ന് സിംപ്ലിഫൈഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് റോ കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ പറ്റൂ. ഫസ്റ്റ് റോ ഒന്ന് ശ്രദ്ധിച്ചേ. എ പ്ലസ് ബി പ്ലസ് സി ആൻഡ് ദാറ്റ് കോളം കണ്ടെയ്ൻസ് മൈനസ് ബി ആൻഡ് മൈനസ് സി. പി പ്ലസ് ക്യൂ പ്ലസ് ആർ ആൻഡ് ദാറ്റ് കോളം കണ്ടെയ്ൻസ് മൈനസ് ക്യൂ മൈനസ് ആർ. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആൻഡ് ദാറ്റ് കോളം കണ്ടെയ്ൻ മൈനസ് വൈ മൈനസ് സെഡ്. കറക്റ്റ് അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഈ ഫസ്റ്റ് റോ ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഫസ്റ്റ് റോ പ്ലസ് സെക്കൻഡ് റോ പ്ലസ് തേർഡ് റോ വി ക്യാൻ അപ്ലൈ ദ പ്രോപ്പർട്ടി അല്ലേ? എന്ത് ചെയ്യും? R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3. കറക്റ്റ് അല്ലേ? അപ്പോൾ R1 ചേഞ്ച് ആവാൻ പോകുന്നു യൂസിങ് ദിസ് ഓപ്പറേഷൻ. ഒന്ന് ആഡ് ചെയ്തേ. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് മൈനസ് ബി പ്ലസ് മൈനസ് സി, ഇറ്റ് ഈസ് എന്ത് വരും? ഇറ്റ് ഈസ് എ. അതുപോലെ ഇത് ആഡ് ചെയ്താൽ ഇറ്റ് ഈസ് പി, ഇതും ആഡ് ചെയ്താൽ ഇറ്റ് ഈസ് എക്സ് എന്ന് വരും. കറക്റ്റ് അല്ലേ? നമുക്ക് ഏകദേശം കിട്ടേണ്ടതും അങ്ങനെ തന്നെയാണ് അല്ലേ? അവിടെ മൈനസ് ഉണ്ടെന്നേ ഉള്ളൂ. നോക്കാം. ഇവിടെ സെക്കൻഡ് റോയിൽ ഇസ് എ മൈനസ് കോമൺ ഫാക്ടർ അല്ലേ? യു ടേക്ക് ദറ്റ് മൈനസ് ഔട്ട് സൈഡ്. തേർഡ് റോയിലും മൈനസ് കോമൺ ആണ്, ആ മൈനസും പുറത്തെടുക്കാം. കറക്റ്റ് അല്ലേ? ഈ റോയിലും മൈനസ് കോമൺ ആണ്, ഈ റോയിലും മൈനസ് കോമൺ ആണ്. ദെൻ മൈനസ് 1 ഇൻറ്റു മൈനസ് 1 കോമൺ ആയിട്ട് എടുക്കാം നമുക്ക്. ദാറ്റ് ഈസ് മൈനസ് 1 സ്ക്വയർ ഇൻറ്റു 2 എന്ന് എടുക്കാം
അല്ലേ, ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എ പി എക്സ് ബി ക്യു വൈ ആൻഡ് സി ആർ സെഡ് എന്ന് കിട്ടും. വാട്ട് ഈസ് -1 സ്ക്വയർ? ഇറ്റ് ഈസ് 1 അല്ലേ. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എ പി എക്സ് ബി ക്യു വൈ സി ആർ സെഡ്. അതാണ് റിസൾട്ട് വേണ്ടത്. കറക്റ്റ് അല്ലേ? യെസ്, ദാറ്റ്സ് ആൻസർ. ഓക്കെ, നന്നായിട്ട് നോക്കുക. നെക്സ്റ്റ് പ്രോബ്ലം, 7th question. What is 7th question? Show that determinant minus a square ab ac ba minus b square bc ca cb minus c square equal to 4a square b square c square. Okay, എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ യു ഒബ്സർവ് ദ റോസ് ആൻഡ് കോളംസ്. റോസ് നോക്കുക ആദ്യം, കോളംസ് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് can we take a common factor from each row and each column? നോക്കിയേ. യെസ്, ഫസ്റ്റ് റോന്ന് നമുക്ക് വി ക്യാൻ ടേക്ക് എ ഔട്ട് സൈഡ്. കറക്റ്റ് അല്ലേ? ഇവിടെ എ കോമൺ ആണ്. ഫസ്റ്റ് റോയിൽ എ കോമൺ ആണ്. എ ഔട്ട് സൈഡ് എടുത്തു. ദെൻ ബിക്കം -a b c. ബാക്കിയൊക്കെ അതുപോലെ. ഇതുപോലെ സെക്കൻഡ് റോന്ന് നമുക്ക് വി ക്യാൻ ടേക്ക് ബി ഔട്ട് സൈഡ്. എടുത്തൂടെ? ഒരു ബി ഔട്ട് സൈഡ് എടുക്കാം. ബി ഔട്ട് സൈഡ് എടുത്തു. ദെൻ -a b c. സെക്കൻഡ് റോ ബിക്കം a - b c. ഇതുപോലെ തേർഡ് റോന്ന് സിയോ എടുക്കാം. കറക്റ്റ് അല്ലേ? ദെൻ എ ബി സി ഇൻറ്റു തേർഡ് റോ ബിക്കം എ ബി - c. ശരിയല്ലേ? ഫസ്റ്റ് റോന്ന് എ ഔട്ട് സൈഡ് എടുത്തു, സെക്കൻഡ് റോന്ന് ബി ഔട്ട് സൈഡ് എടുത്തു, തേർഡ് റോന്ന് സി ഔട്ട് സൈഡ് എടുത്തു. ദെൻ ബിക്കം ലൈക്ക് ദിസ്. തീർന്നില്ല. വീണ്ടും സി ദ ഫസ്റ്റ് കോളം ആൻഡ് സി ദ സെക്കൻഡ് കോളം ആൻഡ് സി ദ തേർഡ് കോളം. ഫസ്റ്റ് കോളത്തിൽ എ കോമൺ ഫാക്ടറാണ്, സെക്കൻഡ് കോളത്തിൽ ബി കോമൺ ഫാക്ടറാണ്, തേർഡ് കോളത്തിൽ സി കോമൺ ഫാക്ടറാണ്. സോ ഇവിടുന്ന് എ എടുക്കാം, ഇവിടുന്ന് ബി എടുക്കാം, ഇവിടുന്ന് സി എടുക്കാം. ടേക്ക് ഔട്ട് സൈഡ് എന്ത് വരും? ഇറ്റ് ബിക്കം എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു ഇവിടുന്ന് എ കൊടുത്താൽ -1 1 1 സി 1 -1 1 സി 1 1 -1 എന്ന് കിട്ടിയിട്ടുണ്ട്. റെഡി അല്ലേ? ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇങ്ങനെയൊക്കെ കിട്ടിയുകൊണ്ട് 1 1 എന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് വാല്യൂറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതാ ഈ രണ്ട് എലമെൻ്റൊക്കെ വളരെ ഈസി ആയിട്ട് 0 ആക്കാം അല്ലേ? എങ്ങനെയാ? റോ 2 ചേഞ്ചസ് ടു റോ 2 പ്ലസ് റോ 1. റോ 3 ചേഞ്ചസ് ടു റോ 3 പ്ലസ് റോ 1 അല്ലേ? റോ 2 ചേഞ്ചസ് ടു റോ 2 പ്ലസ് റോ 1, റോ 3 ചേഞ്ചസ് ടു റോ 3 പ്ലസ് റോ 1. രണ്ടും കൂടെ ആഡ് ചെയ്യാൻ എന്താ വരിക? ഫസ്റ്റ് റോ അതുപോലെ ഉണ്ടാവും. ബാക്കി 1 + -1 0, -1 + 1 0, 1 + 1 2 അല്ലേ? അതുപോലെ റോ 3 1 + -1 0, 1 + 1 2, -1 + 1 0 like that. Okay, now it is a square b square c square into you expand the determinant. A determinant value you better expand this determinant with respect to first കോളം. അവിടെയല്ലേ കൂടുതൽ സീറോസ് ഉള്ളത്. ഇല്ലെങ്കിൽ സെക്കൻഡ് റോ ആയാലും മതി. നമ്മളിവിടെ ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. എന്ത് വരും? ഇറ്റ് ഈസ് എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു -1 ഇൻറ്റു ദിസ് ഡിറ്റർമിനൻറ്റ്. എന്ത് വരുന്നത്? ഇറ്റ് ഈസ് 0 - 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 4a സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ്സ് എ പ്രോബ്ലം. Yes, 8th question. Show that. It's an important question. Determinant 1a square 1b b square 1c c square equal to a minus b into b minus c into c minus a. ഓക്കെ, എന്ത് ചെയ്യും? ഇത്തരം ഡിറ്റർമിനൻ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1 1 1 എന്നുണ്ടായതുകൊണ്ട് മേക്ക് ദീസ് 2 1s ആർ സീറോസ് അല്ലേ? അങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. എന്താ ഓപ്പറേഷൻ ഉപയോഗിക്കുക? R2 ചേഞ്ചസ് ടു R2 മൈനസ് R1 അല്ലേ? അതുപോലെ R3 ചേഞ്ചസ് ടു R3 മൈനസ് R1 യൂസ് ചെയ്യാം. ആദ്യം ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, സെക്കൻഡ് റോ എന്ത് വരും? 1 - 1 0. ദിസ് ഇസ് b മൈനസ് a. ദിസ് ഇസ് b സ്ക്വയർ മൈനസ് a സ്ക്വയർ അല്ലേ? അതുപോലെ അടുത്തത് ഇതും 0 ആക്കി നോക്കാം. R3 ചേഞ്ചസ് ടു R3 മൈനസ് R1 എന്ത് വരും? 1 - 1 0. c മൈനസ് a c സ്ക്വയർ മൈനസ് a സ്ക്വയർ
Ready അല്ലേ? Yes. ഇനി എന്ത് ചെയ്യാം? Expand this determinant with respect to first column. അപ്പോൾ 1 into this determinant അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതിനു മുമ്പായിട്ട് വേണമെങ്കിൽ ഒന്ന് പറയാവുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ this is b square minus a square, this is b minus a. b square minus a square is b minus a into b plus a. കറക്റ്റ് അല്ലേ? അതുപോലെ c square minus a square is c minus a into c plus a. അപ്പോൾ ഇവിടെ b minus a കോമൺ ആയിരിക്കും. 0 ആണ്, കുഴപ്പമൊന്നുമില്ല. b minus a കോമൺ. ഇവിടെ c minus a യും കോമൺ ആയിരിക്കും. So we can take that term outside. That term outside. b minus a ഇവിടുന്നും c minus a ഇവിടുന്ന് എടുക്കാം. ബാക്കി എന്ത് വരും? 1a square 0 1 b plus a 0 1 c plus a എന്ന് കിട്ടും. Okay, that is equal to b minus a into c minus a. Expand this 1 into determinant 1 b plus a 1 c plus a. That is equal to b minus a into c minus a. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു, c plus a minus of b plus a. Can be simplified as like this. It is a minus b, b minus c into c minus a. ഇതൊന്ന് റിവേഴ്സ് ചെയ്യുക. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ശരിക്കും നന്നായി ശ്രദ്ധിച്ച് ചെയ്യുക. സോ 9th question. Show that 1a a cube 1b b cube 1c c cube equal to a minus b into b minus c into c minus a into a plus b plus c. ഓക്കെ, ഇതുപോലെ തന്നെ മേക്ക് ദീസ് ടു ആർ സീറോസ്. എന്താ ബെറ്റർ? R2 changes to R2 minus R1 and R3 changes to R3 minus R1. കറക്റ്റ് അല്ലേ? സോ എന്ത് ചെയ്യാം? 1a square a cube അവിടെ ഉണ്ടാവും. R3 changes to R2 changes to R2 minus R1. അപ്പോൾ 1 minus 1 0. This is b minus a. This is b cube minus a cube, like that. അതുപോലെ 1 minus 1 0 c minus a c cube minus a cube. എന്ത് ചെയ്യാം? b മൈനസ് എ ഇവിടെ ബി ക്യൂ മൈനസ് എ ക്യൂബ് എന്ത് ചെയ്യാൻ പറ്റും? എനിവേ ഒന്ന് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ബി മൈനസ് എ ബി ക്യൂ മൈനസ് എ ക്യൂബ് സി മൈനസ് എ സി ക്യൂ മൈനസ് എ ക്യൂബ്. കാരണം ഈ കോളം മുഴുവൻ 0 ആണ്. ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റർമിനൻറ്റ് എത്ര പേർ ഇവാലുവേറ്റ് ചെയ്യാം? 2/2 കൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നൗ വാട്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ക്യൂ മൈനസ് എ ക്യൂബ് ക്യാൻ ബി ടേക്കൺ ആസ് ബി മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ. അതുപോലെ സി ക്യൂ മൈനസ് എ ക്യൂബ് ഈസ് സി മൈനസ് എ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് സി എ പ്ലസ് എ സ്ക്വയർ. വാട്ട് ഈസ് കോമൺ ഫാക്ടർ? ഇവിടെ ബി മൈനസ് എ കോമൺ ആണ്, ഇവിടെ സി മൈനസ് എയും കോമൺ ആണ്. ടേക്ക് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടുന്ന് ബി മൈനസ് എ എടുത്താൽ 1 വരും, ഇവിടുന്ന് സി മൈനസ് എ എടുത്താൽ 1 ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് സി എ പ്ലസ് എ സ്ക്വയർ. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇനി വേണമെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ 1 into this c square plus a plus a square minus 1 into this b square plus ba plus a square. കറക്റ്റ് അല്ലേ? ഇവിടുന്ന് a square ക്യാൻസൽ ആവും. റെഡി? ദെൻ c square മൈനസ് b square. നോക്കാം, c square മൈനസ് b square പ്ലസ് ca മൈനസ് ba ca മൈനസ് ba. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ca മൈനസ് ba എന്ന് a ഔട്ട് സൈഡിൽ എടുത്താൽ c മൈനസ് b ഇവിടെ കാണും. സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് സി പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ബി ആണ്. അവിടുന്ന് സി മൈനസ് ബി പുറത്തെടുക്കാം. ഇവിടുന്ന് കൊടുക്കാം, ഇവിടുന്ന് കൊടുക്കാം. അപ്പോൾ അത് കോമൺ ആയിട്ട് ഇവിടുന്ന് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി മൈനസ് ബി ഇൻറ്റു സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ എന്ന് സി മൈനസ് ബി പോയാൽ ദെൻ സി പ്ലസ് ബി പ്ലസ് ഇവിടെ എ ആണ് കോമൺ, എ ഇൻറ്റു സി മൈനസ് ബി ആണ്. സി മൈനസ് ബി ഔട്ട് സൈഡിൽ വന്നു, ദെൻ പ്ലസ് എ ബാക്കിയാവും. ഓക്കെ, that's a problem. Yes, the end of the third part of determinants. The next topic is more problems on determinants. We will discuss more problem on determinants by using these properties. Thank you.